നാമത്തിൽ തന്നെ. ഇബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് ഇബ്രായ ലേഖനം, തർക്കമില്ല. പലവട്ടം ഇബ്രായ ലേഖനത്തിൽ നിന്ന് പല സന്ദേശങ്ങൾ കേട്ടവരാണ് നമ്മൾ. ഒരു കാലത്ത് നമ്മൾ ഇബ്രായ ലേഖനം മുഴുവൻ തന്നെ ഏകദേശം പകുതിയോളം പഠിച്ചതാണ്. പിന്നെ അത് തുടർമാനമായി അത് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം പുതിയ വിശ്വാസികൾ വരുമ്പോൾ ആഴമേറിയ വചനങ്ങൾ പറയുമ്പോൾ പ്രയാസമാണ്. അവർക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല, നമുക്കും പ്രയാസം. അവരിങ്ങനെ വണ്ടറടിച്ചിരിക്കും. അതുകൊണ്ട് അന്ന് നിർത്തിയത് ഇടയ്ക്കുള്ള പ്രാവശ്യം. ഇപ്പം ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യില്ല. എന്തായാലും ഒരു വാക്യം അതിൽ നിന്ന് തുടങ്ങാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. 10-ന്റെ 36-ാമത്തെ പലപ്പോഴും ഇബ്രായ സഭയെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഒന്നും കൂടെ ഓർമ്മിക്കാം. ഇബ്രായ സഭ ആര് സ്ഥാപിച്ചതാണെന്നുള്ളതല്ല, അത് എബ്രായ വിശ്വാസികളുടെ സഭയായിരുന്നു. അല്ലെ? ആരായിരുന്നു എബ്രായർ? അബ്രഹാമിൻ്റെ സന്തതികൾ, അബ്രഹാമിൻ്റെ തലമുറകൾ. വിശ്വാസത്തിൽ യേശുവിനെ കണ്ട് അവർ ദേവാലയങ്ങൾ വിട്ട്, ദേവാലയത്തെ ആരാധന ക്രമീകരണങ്ങളെല്ലാം വിട്ടിട്ട് അവർ സത്യദൈവത്തെ കണ്ടിറങ്ങി വന്നത്. ജെറുസലേം ദേവാലയത്തിനെ പറ്റി നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. കൂറിന്റെ ക്രമപ്രകാരം അണിനിരന്ന് നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, ദേവാലയത്തിൻ്റെ അകത്തെ മട്ടുപ്പാവ്, അതിനകത്തുള്ള അലങ്കാരങ്ങൾ 3 ഭാഗമാണ്. വിശുദ്ധ സ്ഥലം, പിന്നെ വിശുദ്ധ സ്ഥലം, പിന്നെ അതിവിശുദ്ധ സ്ഥലം, പിന്നെ ആദ്യം പ്രാകാരം, പിന്നെ വിശുദ്ധ സ്ഥലം, അതിനുശേഷം അതിവിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3 പാർട്ടായിട്ടായിരുന്നു ദൈവം സമാഗമന കൂടാരം മുതൽ ദൈവം പണിതു കൊടുത്തത്. പ്രാകാരത്തിൽ താമരത്തൊട്ടിയുണ്ട്. അത് ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ കൈകാലുകൾ കഴുകാനുള്ള വെള്ളമാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. യാഗപീഠമുണ്ട് പ്രാകാരത്തിൽ, യാഗം കഴിക്കുന്ന യാഗപീഠം. അതെല്ലാം കതിരുമരം കൊണ്ട് ഉണ്ടാക്കി വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ്. അത്ര മനോഹരമാണ്. താമ്രം കൊണ്ടുണ്ടാക്കിയ താമ്രത്തൊട്ടി. അത് സാധാരണ ഒരു വലിയ, എനിക്ക് തോന്നുന്നു ഈ ഹോളിനേക്കാൾ വലിപ്പം കാണും. അത്രയും വലിയൊരു താമ്രത്തൊട്ടിയാണ്. അതിനകത്തുനിന്ന് വെള്ളമെടുത്ത് കഴുകി കയ്യും കാലും കഴുകി ശുദ്ധീകരിച്ച് വേണം ദേവാലയത്തിൽ കയറാൻ. വിശുദ്ധന്മാരെ, അത് ശുശ്രൂഷകന്മാർക്ക് മാത്രമേ ഉള്ളൂ. വിശ്വാസികളൊക്കെ പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. ജാതികൾക്കോ ആ കോമ്പൗണ്ടിൽ വരാൻ പറ്റത്തില്ല. ആമേൻ. യഹൂദന് മാത്രമേ പ്രവേശനമുള്ളൂ പ്രാകാരത്തിൽ വരെ. അതിനുശേഷം അവിടെ വന്ന് യാഗപീഠങ്ങളിൽ യാഗം കഴിച്ച ശേഷം പുരോഹിതൻ യാഗം ചെയ്തിട്ട് യാഗവസ്തുവും രക്തം തളിച്ച പുസ്തകത്തിന്മേലും വസ്ത്രത്തിന്മേലും രക്തം തളിച്ചിട്ട് പുരോഹിതൻ ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കും. അവിടെ കാഴ്ചവെപ്പുമുണ്ട്, ധൂപപീഠമുണ്ട്. ധൂപപീഠം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, അതിൽ വിളക്കൊക്കെ എടുത്ത് ക്രമീകരണങ്ങൾ ചെയ്തിട്ട് അതിവിശുദ്ധ സ്ഥലത്ത്, അത് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അത് മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നത്. എന്തിരിക്കുന്നത്? ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്? ദൈവത്തിന്റെ പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ട്? എത്ര വട്ടം പഠിപ്പിച്ചാണെന്നറിയാമോ? കവിത ടീച്ചർ മഞ്ഞ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം, അഗരോന്റെ വടി, പിന്നെ 10 കൽപ്പന, കല്ലിൽ എഴുതപ്പെട്ട 10 കൽപ്പന. ഇത് 3ഉമാണ് പെട്ടകത്തിനകത്തിരിക്കുന്നത്. ഒന്നും കൂടെ ഓർത്തോണം. ദൈവത്തിന്റെ പെട്ടകത്തിനകത്തിരിക്കുന്ന അഗരോന്റെ വടി, മഞ്ഞ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം, 10 കൽപ്പന, കല്ലിൽ കൊത്തിയ 10 കൽപ്പന എഴുതിയ 2 കൽപ്പനകൾ. ഇത്രയും സാധനമാണ് വിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പെട്ടകത്തിനകത്തിരിക്കുന്നത്. ആ പെട്ടകം സദാചരണത്തിലാണ്. കണക്കുകളൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ പെട്ടകത്തിന്റെ മുകളിൽ 2 കെരൂബുകൾ ചിറക് വിരിച്ചിരിക്കും. പൊന്നുകൊണ്ടുണ്ടാക്കിയ കെരൂബുകളാണ്. ആ കെരൂബുകളുടെ നടുവിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ദൂരെ നിന്ന് പ്രാകാരത്തിൽ നിന്ന് ജനത്തിന് ദൈവ സാന്നിധ്യം വരുന്നത് കാണാം. ഈ ദൈവ സാന്നിധ്യം പെട്ടകത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തിയാ പുരോഹിതൻ. നിങ്ങൾ കേട്ടോണം. ദൈവത്തിന്റെ തീ ആകാശത്ത് നിറഞ്ഞു വന്ന് പെട്ടകത്തിൽ അധിവസിക്കുമ്പോൾ അവിടെ പുരോഹിതൻ നിൽക്കും. ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താനും പാപത്തിന് ശുശ്രൂഷ ചെയ്ത് ക്രിയകൾ ചെയ്തിട്ടാ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ടാണ് പാപത്തിന് പരിഹാരം വരുത്തുന്നത്. അത് ആണ്ടിൽ
ഒരിക്കൽ മാത്രം. ഇതാണ് സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരത്തിന്റെ ഇതേ ഭാഗങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശലോമോൻ ദേവാലയം പണിതത്, യെരൂശലേം ദേവാലയം പണിയുന്നത്. യെരൂശലേം ദേവാലയത്തിന്റെ വലിപ്പങ്ങൾ വലുതാണ്, അതിന്റെ കണക്കുകളൊക്കെ പറയാനൊന്നും സമയമില്ല. അത്രയ്ക്ക് പൊന്നുകൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും അലങ്കരിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പണിതെടുത്ത ഒരു ദേവാലയമാണ് യെരൂശലേം ദേവാലയം. അതിനകത്ത് കൂരിന്റെ ക്രമപ്രകാരം പുരോഹിതന്മാര് നില മുതൽ താഴം വരെ നിലയങ്കി ധരിച്ച്, നിലയങ്കി ധരിച്ച് നിൽക്കുന്ന പുരോഹിതന്മാരുടെ നെഞ്ചത്ത് 12 ഗോത്രങ്ങളുടെ അടയാളങ്ങളും 12 രത്നങ്ങളും പതിപ്പിച്ചിരിക്കുന്നു. നടുക്കെട്ട് ഏഫോദ്, കാലിൽ വലിയ പ്രത്യേക പിത്തളത്തേക്ക് ഇട്ടിട്ട് മാതളപ്പഴം തൂക്കിയിട്ട് നല്ല അങ്കി തല മുതൽ പാദം വരെ കിടക്കുന്ന നിലയങ്കി ധരിച്ച ശുശ്രൂഷകന്മാർ. അത് കൂരെന്ന് പറയുന്ന ഒരു ക്രമപ്രകാരം, ദാവീദിന്റെ കാലഘട്ടത്തിലാണ് ആ ക്രമപ്രകാരം ഉണ്ടായത്. കൂരിന്റെ ക്രമപ്രകാരം അണിനിരന്ന് നിൽക്കുന്ന ശുശ്രൂഷകന്മാർ. ഇങ്ങനെയുള്ള പകിട്ടുള്ള ദേവാലയവും ആരാധനയും ആരാധന ക്രമീകരണങ്ങളും വിട്ടിട്ടാണ് ഇവർ കർത്താവിനെ കണ്ടിറങ്ങിയത്. അപ്പൊ എബ്രായ വിശ്വാസികളുടെ കാര്യം പറയുന്നത്, അവരുടെ ഇത്രയും വലിയ ദേവാലയങ്ങളും ഇത്രയും വലിയ പകിട്ടും എല്ലാ സമ്പത്ത്, അതിനകത്ത് സ്വർണ്ണവും രത്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നില്ല. ഇത്രയ്ക്ക് വിലപിടിപ്പുള്ള ദേവാലയവും ഇത്ര ഭംഗിയുള്ള കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് ഇവരെന്ത് ചെയ്തു? കർത്താവായ യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരോടുകൂടെ ഇറങ്ങി വന്നു. അവരിറങ്ങി വന്നപ്പോൾ അവർക്ക് ആരാധിക്കാൻ ആലയങ്ങളില്ല. അവർ കടത്തിണ്ണകളിലും വഴിപോരത്തും വീടുകൾക്കകത്തും അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. നമ്മൾ ഇതുപോലെ തന്നെയാ. ഇതുപോലുള്ള ദേവാലയങ്ങളും ക്രമീകരണങ്ങളും ആലയങ്ങളും ഒക്കെ വിട്ടിട്ട് ഇറങ്ങിയവരാ ഇതിനകത്ത് ഇരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? വലിയ വലിയ ക്ഷേത്രങ്ങളും വലിയ വലിയ അമ്പലങ്ങളും വലിയ വലിയ പള്ളികളും മോസ്കുകളും ഒക്കെ വിട്ട് യേശുവിനെ കണ്ടിറങ്ങി വന്നവരാണ് നമ്മളും ഒക്കെ. നമുക്കും ഇതുപോലുള്ള പല പശ്ചാത്തലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇറങ്ങി ഇതുപോലുള്ള കടത്തിണ്ണകളിൽ ഇതുപോലുള്ള ഹോളുകൾക്കകത്തും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാ. യഹൂദന്മാരും ഇങ്ങനെ തന്നെ ആരാധിച്ചു ദൈവത്തെ വന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറെ വർഷം കടന്നങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിൽ ഒരു മടുപ്പുണ്ടായി. അവർക്ക് നാനാവിധ പരീക്ഷകളും ഉണ്ടായി. ദൈവമക്കൾ തിരിച്ചറിയണം, ഏത് ദൈവമക്കൾക്കും നാനാവിധ പരീക്ഷണങ്ങളും പരീക്ഷയും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ഉപദേശം പ്രസംഗിക്കുന്നത് കണ്ട് ദൈവമക്കൾക്ക് പോരാട്ടമില്ലെന്ന്, പുള്ളിക്കില്ലെന്നാ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്. നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, വാഴ്ചയോടും അധികാരത്തോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും നമുക്ക് പോരാട്ടം ഉണ്ട്. ഒരു ദൈവ വൈദ്യന് അവന്റെ വിശ്വാസ ജീവിത യാത്രയിൽ പോരാട്ടം ഉണ്ട്. ആരെങ്കിലും നിങ്ങളുടെ പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം ശരിയല്ല. എടാ, നിനക്ക് അഭിഷേകമില്ലാത്തതുകൊണ്ട് പോരാട്ടം. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ പോരാടാൻ ശത്രു നിനക്കെതിരെ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് പോരാട്ടം ഉള്ളവർക്കായി സ്തോത്രം. ദൈനംദിന ജീവിതത്തിൽ ഇഷ്ടംപോലെ പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, പോരാട്ടം ഉണ്ടെങ്കിലും അതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എബ്രായ വിശ്വാസികൾ നാനാവിധ കഷ്ടങ്ങളാലും പ്രതിസന്ധികളാലും ദുഃഖമനുഭവിച്ച് അവർക്കൊരു മനസ്സിന് ചിന്ത വന്നു. എന്നാന്നറിയാമോ? ഞങ്ങൾ വിട്ടു പോകുന്നത് ശരിയാണോ അല്ല തെറ്റായി പോയോ എന്നൊരു ചിന്ത അവർക്ക്. ഞാൻ ഇന്ന് പകൽ ഈ സന്ദേശം പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ആർക്കൊക്കെയോ ഈ ചിന്തയുണ്ട്, ഞങ്ങൾ പോകുന്നത് ശരിയാണോ? എവിടെ നിന്ന്? സ്വർഗീയവിരുന്നിൽ നിന്നോട്ട് പോകുന്നത്, നിന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മ അവിടെ ഉണ്ടെന്നേ. കഴിഞ്ഞ ദിവസം നിന്റെ ഹൃദയത്തിൽ നീ പറഞ്ഞ കാര്യം ആത്മാവ് എടുത്ത് പറയുന്നത് കേട്ടോ. അത് വിട്ട് നീ പോകുന്നത് നല്ലതാണോ? അല്ല. ദേവാലയങ്ങൾ, കത്തോലിക്ക പള്ളികൾ, മാർത്തോമ ദേവാലയങ്ങൾ വിട്ട് നീ ഇങ്ങോട്ട് പോകുന്നത് ശരിയാണോ? ആ ക്ഷേത്രം വിട്ട് പോകുന്നത് ശരിയാണോ? അങ്ങനെ എബ്രായരെ സഭയിലെ വിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ ക്ഷീണവും പ്രതിസന്ധി ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ വന്ന ഇടം ഏറ്റവും നല്ല ഇടമാണ്. ഏറ്റവും നല്ലതിന്റെ അടുക്കല നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നോട് പറയാം, മറ്റാരാധന ക്രമീകരണങ്ങളും മറ്റു പല ചടങ്ങുകളും ഉപേക്ഷിച്ച് യേശുവിനെ മാത്രം കണ്ടിറങ്ങി വന്ന ദൈവവൈതലേ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നീ വന്നത് ഏറ്റവും നല്ല ഇടത്താ. അത് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ദൈവത്തിന്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ പ്രശ്നം, അവരുടെ ദേവാലയത്തിൽ അവർക്ക് കാണാൻ പലതുണ്ടായിരുന്നു. കാണാൻ, പിന്നെ പുരോഹിതന്മാരുടെ വസ്ത്രവും നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെ അച്ഛന്റെ കയ്യിലുള്ള വടി, കുരിശും, അല്ലെ, കൊന്തയും ഇതൊക്കെ കയറിയ ക്ഷേത്രത്തിലാണ് മറ്റേ പൂജാരകയുടെ പല വടികളും നെറ്റി തൊടാൻ ഏതാണ്ടൊക്കെ കൊടുക്കും. കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കൊന്നുമില്ല. കയ്യിലും കാലിലും രക്ഷ അമ്മന്റെ കയ്യിൽ കെട്ടിക്കുന്നതാണ് രക്ഷ. ഇവിടെ രക്ഷയും വേണ്ട, ഒരു ചരടും വേണ്ട, ഒരു പമ്പരച്ചരടും വേണ്ട. അതിനൊക്കെ വലിയവരെ എടുക്കുന്ന നീ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഒരു രക്ഷന്റെ ആവശ്യം നിനക്കില്ല. നീ വന്നത് അതിനേക്കാൾ വലിയവർ. ഇവിടെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ അരയിലും ഒന്നുമില്ല, കയ്യിലും ഒന്നുമില്ല. ഒരു കെട്ടിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾ കെട്ടുന്ന സ്ഥലമല്ല, കെട്ടടിക്കുന്ന സ്ഥലം. ആരൊക്കെ കെട്ടിവെച്ച മന്ത്രച്ചാടികളും അഴിച്ച് നിന്നെ സ്വതന്ത്രപ്പെടുത്തുന്ന ഒരുവന്റെ അടിക്കലോ അവര് ദേവാലയത്തിൽ അവർക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര സംഭവമൊക്കെ ഉണ്ട്. ഇതെല്ലാം വിട്ടിട്ട് അവർ അപ്പോസ്തലന്മാരുടെ കൂടെ ഇറങ്ങി. അവരിയ്ക്കുന്നത് കടത്തിന്റെ വഴിയോരല്ലോ മരത്തിന്റെ കീഴിലും ഒക്കെ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു മടുപ്പ്. അവരുടെ ഉപദേശിയാണ് വെള്ളം വെള്ളം, ഞാൻ വെള്ളമില്ല, എന്നാലും വെള്ളം ഒക്കെ ഇട്ട് ചുമ്പൊക്കെ ഇട്ട് ഉപദേശിമാരെ അടിയൊക്കെ നീട്ടി. അവരുടെ കയ്യിൽ സ്വർണ്ണവും ഇല്ല, പൊന്നും ഇല്ല, വെള്ളി പത്രോസിന്റെ യാക്കോബിന്റെ യോഹന്നാന്റെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നും അതുകൊണ്ട് അതെങ്കിലും നോക്കി ആശ്വസിക്കാനോ. ഭാഷയുടെ കയ്യിൽ ഒരു മോതിരമെങ്കിലും അതും കൂടെ ഇല്ല. നിങ്ങളാരും ഇപ്പൊ ചില കള്ളന്മാരൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതൊക്കെ കള്ളത്തരങ്ങളാണ്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എബ്രായ വിശ്വാസികൾക്ക് നോക്കുമ്പോ കാണാനായിട്ടൊന്നുമില്ല. ഉദയത്തിന്റെ മുഖത്തോടെ അരമണിക്കൂർ നോക്കിയിരിക്കാൻ കാണാനുണ്ട് ഗ്ലാമറും. കൊട്ടാരക്കരയിലൊക്കെയാണ് ഇച്ചിരി ഗ്ലാമറെങ്കിലും ഇവിടുത്തെ ഉദ്ദേശിച്ച് കാണാനും ഒരു രസം. അവർക്കെല്ലാം ഒരു മടുപ്പ് വന്നു. ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ കാണുന്നു അവർക്ക് മന്ദതയുണ്ടായി, അവർക്ക് മടുപ്പുണ്ടായി. ഹല്ലേലൂയ. അവർക്ക് പല പ്രശ്നങ്ങളുണ്ടായി. ആമേൻ. അപ്പോൾ പൗലോസ് അവരെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് ഇബ്രായ ലേഖനം. അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നത് ഏറ്റവും നല്ല സ്ഥലത്താണ്, ഏറ്റവും നല്ല ഇടത്താണ്, ഏറ്റവും വലിയവന്റെ എടുക്കലാണ് വന്നത്. ഒന്നും കൂടെ പറയാം, ദേവാലയത്തെക്കാൾ വലിയവന്റെ എടുക്കലാണ് വന്നത്, മോശയേക്കാൾ വലിയവന്റെ എടുക്കലാണ് വന്നത്, ദൂതന്മാരെക്കാൾ വലിയവന്റെ എടുക്കലാണ് വന്നത്, അബ്രഹാമിനേക്കാൾ വലിയവന്റെ എടുക്കലാണ് വന്നത്. ഇന്ന് മകൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ഈ ലോകത്തിലുള്ള ഏതിനേക്കാൾ വലിയവന്റെ അടുക്കലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യം ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധ്യനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ വന്നത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്റെ അടുക്കൽ. ഒന്നുകൂടെ പറയാം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതിനെയും ഉണ്ടാക്കിയെടുത്തവൻ ജലത്തെ ഭൂമി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള രേഖയാക്കി സൃഷ്ടിച്ചവന്റെ മുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് നീ വന്നത് രാജകമല്ല, നീ വന്നത് ഏറ്റവും വലിയ ഇടത്താണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇത്രയും വലിയ സംഭവമാണ്, പിന്നെന്താ ഭാഷയുടെ ആളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ 10-30 പേരോ ഉള്ളല്ലോ, മറ്റുള്ളവർക്കൊക്കെ നോക്കി 1000-ങ്ങളും 10,000-ങ്ങളും ഇവിടെ വരുന്നല്ലോ. അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടെ കാണാനും കേൾക്കാനും പലതും ഉണ്ട്, അതുകൊണ്ട് അവരുടെ പോകുന്നു. ഇവിടെ കാണാനൊന്നുമില്ല. അദൃശ്യനായ ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തെ, ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ഇടത്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മകൻ ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയാം, പ്രത്യക്ഷമായി കാണാൻ ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ
കഴിയുന്നില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ചില ട്യൂമറുകളെ അടിച്ചു കളയുവാൻ ഈ ശക്തിക്ക് കഴിയും. ചില ബന്ധനങ്ങളെ അഴിപ്പാൻ കഴിയും. നിന്റെ പ്രശ്നങ്ങൾ ഉടയ്ക്കാം. Praise the Lord. Hallelujah. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എബ്രായ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലേഖനമായി എബ്രായ ലേഖനം. അതിനകത്തുനിന്ന് ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. ആ വാക്യം ഒന്നും കൂടെ വായിച്ചോട്ടെ. 36-ാമത്തെ വാക്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കും. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, സഹിഷ്ണുത ആവശ്യം. ഏതെങ്കിലും ഒരു വാഗ്ദത്തം ദൈവം നമ്മളോട് പറയാതിരുന്നിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിരിക്കുന്നവരുടെ എല്ലാം നമ്മുടെ ഉറപ്പും പ്രത്യാശയും എന്ന് പറഞ്ഞത് ദൈവം പറഞ്ഞ വാഗ്ദത്തം. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് പകൽ ഇരിക്കുന്നത്. എന്ത് വാഗ്ദത്തമാ? കാറും വീടും ഒക്കെയാണോ? അതും ഇതിനകത്തുണ്ട് കേട്ടോ. അത് ഇല്ലെന്ന് ചിലർ പറയുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞവര് ഇനി ആർക്കും കിട്ടരുതെന്നുള്ള ലക്ഷ്യത്തോട് പറയുക. അങ്ങനെ ഉദ്ദേശം പ്രസംഗിക്കുന്നതായിട്ട് പെന്തക്കോസ്തിൽ വരുന്ന കാറും വീടും അവനതെല്ലാം ഉണ്ട് കേട്ടോ. 19 ഏക്കർ വസ്തു, വീടും കാറും. ഈ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് പറയാം. ഞാൻ പറയാം ഇതൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം ദൈവം തരും. വീട് തരും, കാറ് തരും, എല്ലാം ദൈവം തരും. പക്ഷെ അതിനേക്കാൾ വലിയതൊന്നുണ്ട്. അതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം. അതുകൊണ്ട് യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. സ്ഥലം ഒരുക്കിയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? ചേർത്ത് കൊള്ളും. ചേർന്നവരാമേൻ പറഞ്ഞാട്ടെ. യേശു ഒരു പ്രോമിസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ് പോയത്. അവൻ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലം ഒരുക്കി. വീടും കെട്ടിടവും ബംഗ്ലാവും ഒന്നുമില്ല കേട്ടോ. അതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. സ്വർഗത്തിൽ കർത്താവ് എനിക്ക് ഒരു 5 നില കെട്ടിടം ഉണ്ടാക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, കൂടാരമാകുന്ന നിങ്ങളുടെ ഭൗമ ഭവനം വിട്ട് കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനത്തിൽ നിങ്ങൾ പ്രവേശിക്കും. ഏതാണ് കൂടാരമാകുന്ന ഭൗമഭവനം? ഞാൻ പറയുന്നു, ഈ കാണുന്നതാണ് കൂടാരമല്ലാത്ത ഭൗമ ഭവനം. കൂടാരമാകുന്ന ഭൗമ ഭവനം ഇത് കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടതാ. ഇതിന്റെ അപ്പനും അമ്മയും കൂടെ അവർ വിവാഹം കഴിച്ച് അവരൊന്നായി തീർന്നപ്പോൾ അവരുടെ ശരീരത്തിൽ ഉരുവിട്ടതാണ് ഈ ശരീരം. ഇത് കൈപ്പണിയാണ്. പക്ഷെ ദൈവം കൈപ്പണിയല്ലാത്ത മറ്റൊരു കൂടാരം നമുക്ക് ഉണ്ടാക്കി. അതിനാ പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയി. ഒന്നും കൂടെ പറയാം, ഇത് കൈപ്പണിയായ കൂടാരം, കൈപ്പണിയല്ലാത്ത മറ്റൊരു കൂടാരം. അർത്ഥം, എന്റെ ഈ പൊക്കത്തിൽ, എന്റെ ഈ വലിപ്പത്തിൽ ഇതുപോലെ ഒരു ശരീരം ദൈവം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാക്കി. കൂടാരമാകുന്ന ഭൗമ ഭവനം വിട്ട് കൈപ്പണിയല്ലാത്ത ആ ഭവനത്തിൽ ഞാൻ കയറും. അല്ലാതെ കെട്ടിടം വീടും തരുമെന്നല്ല. ചിലക്ക് അങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്കറിയത്തില്ല. കൈപ്പണിയല്ലാത്ത ഒരു ശരീരം, അർത്ഥം ഇതുപോലൊരു ശരീരം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എവിടെയാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അന്ന് മുതൽ അത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. അവൻ എന്ത് ചെയ്യുന്നു? കഥ പറഞ്ഞു, അത് ഒരുക്കിയിട്ട് ശേഷം ഞാൻ നിന്നെ കർത്താവ് ഒരിക്കൽ വരും, നമ്മളെല്ലാം ചേർക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെയൊക്കെ ഇടയിൽ ചിലരൊക്കെ മരിച്ചു പോകുന്നില്ലേ? പ്രായമെത്തിയിട്ടും രോഗമായിട്ടും. അതല്ല, അങ്ങനെ പോയപ്പോ പറഞ്ഞല്ലോ, ഞാൻ സ്ഥലം ഒരുക്കാൻ പോയിട്ട് നിന്നെ സ്ഥലത്തിന്റെ പണി തീർന്നപ്പോ കൊണ്ടുപോയത്. എന്റെ ശരീരത്തിന്റെ പണി ഇച്ചിരി കൂടെ ടച്ചപ്പ് കഴിഞ്ഞാൽ മിക്കവാറും എന്നെ കൊണ്ടുപോകും. രാമൻ പറഞ്ഞോളൂ, നമ്മുടെ എല്ലാം ശരീരത്തിന് ടച്ചപ്പ് ചെയ്യാൻ പോവുക. പണി മുഴുവൻ തീർന്നു കഴിയുമ്പോൾ ഒരുമിച്ചൊരു വരവ് വരും. തീർന്നത് ഇടക്കിടയ്ക്ക് കൊണ്ടുപോകും. കേൾക്കുന്ന രാമൻ പറ, ഹല്ലേലൂയ. ആ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ സന്തോഷമുള്ള രാമൻ പറഞ്ഞേ, ഹല്ലേലൂയ. കൂടാരം കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ ദൈവം നമ്മളെ എത്തിക്കും. നമ്മുടെ വിഷയം എന്താ? നമ്മുടെ എബ്രായ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒരിക്കൽ ഈ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്തു വേണം വാഗ്ദത്തം പ്രാപിക്കാൻ. ഒന്നുകൂടെ പറയാം, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഒന്ന് ദൈവ ഇഷ്ടം ചെയ്യണം. കേൾക്കുന്നവരാമേ പറയട്ടെ. യേശു കർത്താവ് ഭൂമി വന്നപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ്, പിതാവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു. എന്റെ ഇഷ്ടമല്ല,
അങ്ങയുടെ ഇഷ്ടം. ഞാൻ ഇതിനകത്തിരിക്കുന്നവരോട് ഒരിക്കൽ കൂടെ പറയുകയാ, ദൈവ ഇഷ്ടം ആര് ചെയ്യുന്നുവോ അവർ വാഗ്ദത്തം പ്രാപിക്കും. നാം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ ദൈവ ഇഷ്ടത്തിനുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയാം, ഓരോ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ പെയ്തുകൊണ്ടിരിക്കും. കേൾക്കുന്നവരാമേൻ പറയട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവനെ നോക്കി ഇറങ്ങിയത്, അല്ലെ? നമ്മളെ ദൈവം നോക്കി വാഗ്ദത്തം പറഞ്ഞിരിക്കുകയാ. ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ആ വാഗ്ദത്തം നമ്മുടെ ഉറപ്പാണ്. വാഗ്ദത്തം വാഗ്ദത്തം ഞങ്ങളുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വനവും ഭൂമിയും മാറിയിടുമേ, തൻവചനങ്ങൾക്കോ ഒരു വാഗ്ദത്തമാണ് നമ്മുടെ നിക്ഷേപം. ഞാൻ വീണ്ടും പറയാം, ഈ ഭൂമിയിലും നിനക്ക് വാഗ്ദത്തമുണ്ട്, നിത്യതയിലുമുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഈ ഭൂമിയിലെ വാഗ്ദത്തങ്ങൾ താൽക്കാലികമാണ്. അത് ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കുമ്പോൾ നിന്റെ ആവശ്യത്തിന് വേണ്ടുന്നതാണ് ദൈവം തരുന്നത്. അത് താൽക്കാലികം മാത്രമാണ്. അത് അഴുകിപ്പോകുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അത് പുഴുവരിക്കുന്നതാണ്, അത് തുരുമ്പടിക്കുന്നതാണ്. എന്നാൽ പുഴുവരിക്കാത്ത, തുരുമ്പടിക്കാത്ത ഒരു വാഗ്ദത്തം നിത്യതയിലുണ്ട്. അതിനുസരിച്ച് വീട്ടുകാർക്കായി സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, ഈ വചനത്തിൽ പൗലോസ് പറയുന്ന മെയിൻ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോയി. അതപ്പതി ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാൽ ഇങ്ങനെ കാണും. എങ്ങനെ കണ്ടത്? ദൈവ ഇഷ്ടം ചെയ്ത്, അപ്പൊ ഇങ്ങനെ പറയാം, ദൈവ ഇഷ്ടം ചെയ്താൽ വാഗ്ദത്തം പ്രാപിക്കാം. ഹലോ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുമ്പിൽ കിടന്നില്ലേ? ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. പാലന്റെ തലയാക്കും, ആകാശത്തിലെ കിളിവാതിൽ തുറക്കും, ഒക്കെ വാഗ്ദത്തമാണ്. ഇത് പ്രാപിക്കുന്ന എന്ത് ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ സമസ്ത മേഖലയിലും ദൈവ ഇഷ്ടത്തിന് വേണ്ടി നാം മൂവ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കും. ഏതെങ്കിലും ഒരു വാഗ്ദത്തം ഭൂമിയിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അവർ ദൈവ ഇഷ്ടം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കിട്ടിയത്. ശ്രദ്ധിച്ചോണം, ദൈവമിഷ്ടം ചെയ്യാൻ തുടങ്ങുമ്പോ ദൈവം വാഗ്ദത്തത്തിന്റെ ഡോറ് ഓപ്പൺ ചെയ്യും. പറയാം, ദൈവമിഷ്ടം ചെയ്യാൻ നീ സ്റ്റെപ്പ് വെക്കുമ്പോ, ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോ തന്നെ ദൈവം വാഗ്ദത്തത്തിന്റെ ഡോറ്, നമ്മുടെ ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ഡോറ് തുറക്കും. അപ്പൊ ചോദിക്കട്ടെ, ഈ തീരുമാനിച്ച കാര്യം നാം ചെയ്യാൻ തുടങ്ങിയാലോ? മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോ തന്നെ ദൈവം ഡോറ് തുറന്നു. ഇതിൽ നടന്നാലോ? സകല വാഗ്ദത്തങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ദൈവം തുറന്നു തരും. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? നമ്മൾ തീരുമാനമെടുക്കും, സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കും, ഹലോ ഹലോ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയും ദൈവ ഇഷ്ടത്തിലും ആയിരിക്കണം. നമ്മുടെ ചർച്ചയിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ജനരുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പിന്മാറ്റത്തിലാണ്. അവര് പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങിയവരാണോ എന്ന് സംശയം. അവരുടെ മാതാപിതാക്കളത് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ എതിർപ്പ് നിന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. നാളെ ആരെങ്കിലും ഈ നാമത്തിന് വേണ്ടി ഇറങ്ങുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ ഇറങ്ങാവും. ഇല്ലെങ്കിൽ വെറുതെ കറങ്ങട്ടെ.
Praise God. Praise the Lord. Praise the Lord. Praise the Lord. ആരുടെയും നിർബന്ധത്താൽ ഒന്നും ചെയ്യരുത്. ആരെയും സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്യരുത്. ദൈവ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുക. Praise the Lord. Praise the Lord. ഇസ്രായേൽ ജനം യോർദാൻ നദിയുടെ മറുകര നിൽക്കുമ്പോൾ അങ്ങേ വഴിയിൽ കരയില ദൈവം ഒരുക്കി വാഗ്ദത്തം കിടക്കുന്നത്. അവിടെ അവർക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷെ അവരുടെ മുമ്പിൽ യോർദാൻ നദി ഇരിക്കുകയാണ്. അവർക്ക് ആ നദി കുറുകെ കിടക്കാൻ ഒരു മാർഗവുമില്ല. കാരണം കരകവിഞ്ഞെടുക്കുന്ന നദിയാണ്, ഭയങ്കര ഒഴുക്കാണ്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പാളയത്തെ ശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതം ചെയ്യും. അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞു. അടുത്തത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് തോളിൽ വെച്ചു. അവര് പെട്ടകവുമായി യോർദാനിൽ ഇറങ്ങിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു. ഇതൂന്ന് പറയാം, വർഷങ്ങളായിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ആ മറുപടി നിന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെട്ടകം എടുക്കുമെന്ന് നീ എടുത്ത തീരുമാനത്താൽ തുറന്ന വഴി അടച്ച് കളയരുത്. കേൾക്കുന്നവരാമേ. വിശ്വസ്തനായി നിന്നോളാം. ദൈവവചനം അനുസരിച്ചോളാം. ദൈവത്തിന് വേണ്ടി നിന്നോളാം. കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പൊയ്ക്കോളാം. ഇതെടുത്ത നിന്റെ തീരുമാനത്തിലാണ് വർഷങ്ങളായി അടഞ്ഞു കിടന്ന പല വഴിയും ദൈവം തുറന്നത്. പെട്ടകം ചുമക്കുന്നവർ യോർദാനിലോട്ട് കാല് വെച്ചപ്പോ എന്ത് ചെയ്തു? യോർദാൻ രണ്ടായി പിരിഞ്ഞു. ഇപ്പൊ പെട്ടകം ചുമന്നവരുടെ നിൽക്കുന്നത് യോർദാനിൽ നിൽക്കുക. നോക്കിക്കാണോ, 7 ലക്ഷം പുരുഷന്മാർ, ഏകദേശം 40 ലക്ഷത്തോളം പേര്. അവരെല്ലാവരും ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ പിറകെ ഇറങ്ങി വന്നു. നിങ്ങൾ ഗൗരവത്തോട് കേട്ടേ. എപ്പോഴാണ് അവർ മറുകര കയറി വാഗ്ദത്തം പ്രാപിച്ചത്? പെട്ടകം ചുമക്കാൻ എടുത്തപ്പോഴല്ല, അത് എടുത്തിറങ്ങിയ. അപ്പൊ എടുത്തപ്പോ തന്നെ ദൈവം എന്ത് ചെയ്തു? വഴി. നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും ഈ നദി കടന്ന് മറുകര എത്തണമെങ്കിൽ പെട്ടകവുമായി നിൽക്കേണ്ടവർ നിൽക്കണം. കേൾക്കുന്നവരാമേ പറഞ്ഞാണ്. ഇന്ന് മകരത്തിനകത്ത് പറയാം, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുക. അടുത്ത ഒരു കാര്യമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്യണം. 2, സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യം. എന്താ ഈ സഹിഷ്ണുത? സഹിക്കാനുള്ള മനസ്സ്, ത്യജിക്കാനുള്ള. എന്തെങ്കിലും സഹിക്കാതെ, എന്തെങ്കിലും ത്യജിക്കാതെ ഒരു വാഗ്ദത്തവും പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മളുള്ള പണ്ടുള്ള ആൾക്കാർ പറയും, ഉത്തരത്തിരിക്കുന്നത് പോകാനും പറ്റത്തില്ല, കഷ്ടത്തിരിക്കുന്നത് പോകാനും പറ്റത്തില്ല, ഉത്തരത്തിരിക്കുന്നത് മനസ്സിലായില്ല. കഷ്ടത്തിലിരിക്കുന്നത് പോകാനും പറ്റില്ല, ഉത്തരത്തിരിക്കുന്നത് എടുക്കണമെങ്കിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ എവിടെയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല. ആ വീടിന്റെ അവിടെ ചെയ്ത ഉത്തരവില്ല. പണ്ടൊക്കെ ഉത്തരത്തിന് മേളിൽ താക്കോല് ചില ക്യാമറ കൂടി അവിടെ വെച്ചിരുന്നു. അപ്പൊ ആ താരം കാണാതിരിക്കും. പലരും ഉത്തരത്തിന് വേണ്ടി പല സാധനം വെക്കാറുണ്ട്. ഈ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കണമെങ്കിൽ ഉത്തരം എവിടെ ഇരിക്കുന്നത്? മേലില്ല. അതെടുക്കണമെങ്കിൽ കഷത്തിലുള്ളത് കഷത്തിൽ ചില സാധനം വെച്ചിട്ട് അതെടുക്കാൻ നോക്കും. ഇത് വിടാതെ അത് കിട്ടില്ല. അതുകൊണ്ട് പറയാം, ഉയരത്തിലെ ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ നീ പിടിച്ചു വെച്ചിരിക്കുന്നത് സഹിഷ്ണുത വേണം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുത വേണം. ഇവിടെ പറയാം, വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ നാളെ ലഭിക്കാം, വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ നാളെ കഴിഞ്ഞ് ലഭിക്കാം.
ചിലപ്പോൾ അടുത്ത മാസമാകാം, ചിലപ്പോൾ അടുത്ത വർഷമാകാം, ചിലപ്പോൾ ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരിക്കാം. ഇന്ന് മകൻ നിങ്ങളോട് പറയുന്നു, ഒരു സഹിഷ്ണുത നിങ്ങൾക്കുണ്ടാകണം. നല്ലൊരു ആമേൻ പറഞ്ഞാണ്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ, വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം 1 വായിച്ചു. 12-1 അവിടെ മറ്റൊന്ന് കാണാൻ കഴിയും. നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അടുത്തത് സ്ഥിരതയോടെ ഓടുക. രാജവംശത്തെ എന്ത് ചെയ്യണം? വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സ്ഥിരത. എന്താണ് ഈ സ്ഥിരത എന്ന് പറയുന്നത്? സ്ഥിരത, സ്ഥിരമായ മനസ്സ്, സ്ഥിരമായ തീരുമാനം. പലർക്കും സ്ഥിരതയില്ല തീരുമാനത്തിൽ. ഏതെങ്കിലും ഒരു യോഗത്തിൽ നല്ലൊരു ദൈവസാന്നിധ്യം വരുമ്പോൾ ഭയങ്കര തീരുമാനം. കർത്താവേ അമ്മയ്ക്ക് വേണ്ടി പോരാടും. തീരുമാനം എടുത്തവരെ കുട്ടികളുടെ തീരുമാനമെടുത്തു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ വീണ്ടും ശങ്കരൻ കോക്കനട്ട് ട്രീയെ തന്നെ. സ്ഥിരതയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവേ ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കില്ല. സ്ഥിരതയില്ല. കഴിഞ്ഞ പ്രാവശ്യം തീരുമാനമെടുത്ത് ഇനി ഒരിക്കലും അങ്ങേ വിട്ട്. കഴിഞ്ഞ പ്രാവശ്യം തീരുമാനമെടുത്തു, കഴിഞ്ഞ വർഷം പുതിയ സഭ വന്നപ്പോൾ തീരുമാനമെടുത്തു, ഇനി പഴയ സഭയിലെ പോലെ പുതിയ സഭ ഞങ്ങളെല്ലാം വിശുദ്ധിയോടെ ഒക്കെ. സ്ഥിരതയില്ല. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അല്ല വാഗ്ദത്തം പ്രാപിക്കാൻ സ്ഥിരതയോടെ ഓടുക. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്ത് ദീർഘക്ഷമയോടെ കാത്തിരുന്ന് സ്ഥിരതയോടെ ഓടിയാൽ ദൈവിക വാഗ്ദത്തം പ്രാപിക്കാം. ഒന്നുകൂടെ പറയാം, വാഗ്ദത്തം പ്രാപിക്കാൻ അല്പം പ്രയാസം. നമ്മുടെയൊക്കെ വിചാരം ഒരു യോഗത്തിന് വന്നാൽ വേണ്ടി കിട്ടുമെന്ന. വരുമ്പോ ചെറിയ ഒരു നടയടി എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ഒരു 1-2 കാര്യമൊക്കെ കണ്ടെങ്കിൽ ഇങ്ങോട്ട് കുറച്ചിലോ കൂടെ ഏതാണ്ട് രൂപ കഴിഞ്ഞു പോകും. സന്തോഷവും ചെറിയൊരു വിടുതലും ഒക്കെ. അത് കഴിഞ്ഞ് തമ്പുരാൻ നിന്നെ അളന്നു പോകും. അടിമുടി നിന്നെ കീറി വലിച്ച് കൊള്ളാകുന്നവനാണോന്ന് നോക്കിയിട്ട് ഒരാഴ്ച യോഗത്തിന് വൈകുന്നേരം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി കീറി മുറിച്ച് പരീക്ഷിച്ച് സ്ഥിരതയോടെയാണോ നീ നിൽക്കുന്നത്? നിന്നെ പരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സഹിഷ്ണുത വേണം, 2 സ്ഥിരത വേണം. അടുത്തത് 6:15 വായിച്ചു. എബ്രായർ 6:15 വേഗം വേഗം വായിച്ചു. അങ്ങനെ അവർ ദീർഘക്ഷമയോടെ ഇരുന്ന്. ഓ, വാക്യം കേട്ടോ, എങ്ങനെ അവര് വാഗ്ദത്തം പ്രാപിച്ചത്? ദീർഘക്ഷമയോടെ. ഇവിടെ നമ്മളെ 3 ദിവസം ഉപസിച്ചിട്ട് കണ്ടോ ഓർക്കുമ്പോ നമ്മുടെ മുമ്പിൽ ചാക്കിട്ട് പറഞ്ഞു നമ്മൾ ഇരിക്കുന്നത്. കർത്താവേ 3 ദിവസം നമ്മൾ ഉപവാസത്തോടെ നമ്മുടെ കൊച്ചിന്റെ വിടുതൽ കണ്ടിട്ട് ദീർഘക്ഷമ. വായിച്ച വാക്യം അങ്ങനെ അവർ അപ്പൊ ചുമ്മാ പറയുകയല്ല, ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക. അങ്ങനെ അവർ, ശ്രദ്ധിച്ച്, എങ്ങനെ? അങ്ങനെ അവർ. അപ്പൊ ഇങ്ങനെ നോക്കിയേ, ചുമ്മാ ഉമ്മാക്കി പറയുകയല്ല, ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്. അർത്ഥം ദൈവിക വാഗ്ദത്തം ഈ ഭൂമിയിൽ പ്രാപിച്ച ചിലരുണ്ട്. ചുമ്മാ കഥ പറഞ്ഞൊന്നുമല്ല, ഒട്ടക്കഥ പറഞ്ഞല്ല. ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം. അങ്ങനെ അവർ ആരാണ്?
നിന്റെ പിതൃഭവനത്തെയും സ്വദേശത്തെയും സ്വജാതിയെ വിട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തോട് പുറപ്പെടുക, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്തതികൾ ആകാശത്തെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയുമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് ദൈവം അയച്ചു. ഞാൻ ഇങ്ങനെ പറയാം, അന്ന് സുവിശേഷം പറയാൻ അല്ലെങ്കിൽ ദൈവത്തെ പറ്റി പ്രസംഗിക്കാൻ ആണില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാനാ ദൈവം, ഞാനല്ലാതെ ഒരു ദൈവമില്ല. നീ എന്റെ വാക്ക് കേട്ട് എന്നെ അനുസരിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ആരെയൊക്കെ പോകണം? നിന്റെ പിതൃഭവനം. അതിനെ പിതൃഭവനത്തെ വിടാൻ ശരിയില്ല. നിന്റെ ആരാധന, നിന്റെ ക്രമീകരണം, നിന്റെ മാമൂല സകലതും വിട്ട്. ഇതാണ് പ്രശ്നം. ചിലതൊന്നും നമ്മൾ വിടുകയില്ല. ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കും, ഞങ്ങൾ എന്നെ പുള്ളിയാണ്. ശരിക്കും പെന്തക്കോസ് ആയോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ മക്കളുടെ കല്യാണം വേണം. അന്നേരം അറിയാം പെന്തക്കോസ് ആയോ ഇല്ലോ. പെന്തക്കോസ് ആയില്ലെങ്കിൽ അന്നേരം തപ്പും. ഏതാ മറ്റേ എന്റെ മക്കളെ ജാതി നോക്കാതെ, ഞങ്ങളെ ജാതി നോക്കത്തില്ല, സ്വജാതി എന്നല്ല, നമുക്ക് ജാതി മതമൊന്നുമില്ല ഇതിനകത്ത്. എന്നാലും പറയട്ടെ, ഈ ജാതിക്കാരനായ ഒരു പെൺകൊച്ചിനെ നിന്റെ മകന് കല്യാണം ആലോചിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ പറയാം നീ നല്ല പെൺകൊച്ച. ഈ ജാതിക്കാരനായ ഒരു മകന്റെ കൂടെ നിന്റെ മകളെ അയക്കും, എന്നാൽ ഞാൻ പറയാം നീ നല്ല. അന്നേരം ഇപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്തക്കോസിലെ മാലികയുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാം, കത്തോലിക്ക പെന്തക്കോസ്, മാർത്തോമ പെന്തക്കോസ്, ഇപ്പൊ പുതിയ ഈഴവ പെന്തക്കോസ്. നീ ഒന്ന് സ്വർഗത്തിൽ പോകണമെന്നാണ്. ഇവിടെ ജാതിയില്ല, ഇവിടെ നാം എല്ലാം ഒന്നാണ്. നാം എല്ലാം ഒരു അപ്പന്റെ മനുഷ്യരുടെ കൈയൊന്ന് മുറിച്ച്, രണ്ടുപേര് കൈയൊന്ന് മുറിച്ച്, എല്ലാം ഒന്നാണ്. ബ്ലഡും മനുഷ്യനുണ്ടാക്കിയ ജാതി, മനുഷ്യനുണ്ടാക്കിയ മതം. കർത്താവ് ജാതി ഉണ്ടാക്കിയില്ല, മതത്തെ ഉണ്ടാക്കിയില്ല. യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ആ ജാതിയാണ്. ചില ആൾക്കാർ മീൻ പിടിക്കാൻ പോയി, അവര് മത്സ്യബന്ധന തൊഴിലാളിയാണ്. ചില ആൾക്കാർ മരത്തെ കയറാൻ പോയി, അവർ ഇന്ന ജാതിയായി. ചില ആൾക്കാർ പാടത്ത് പണിക്ക് പോയി, അവർ ആ ജാതിക്കാരായി. ചില ആൾക്കാർ സ്വർണ്ണപ്പണിക്ക് പോയി, അവർ ആ ജാതി മനുഷ്യനുണ്ടാക്കിയത്. ഇതെല്ലാം ആരുണ്ടാക്കി? മനുഷ്യനുണ്ടാക്കി. കേൾക്കുന്നവർ അമ്മയും പറയട്ടെ. നമ്മുടെ വിഷയം വിട്ട് പോകണ്ട. വാക്യങ്ങൾ വായിച്ചേ. സ്ഥിരത കഴിഞ്ഞ് ദീർഘക്ഷമയോടെ. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചു, അതാ പറഞ്ഞു. സ്തോത്രം. അപ്പൊ ജാതിയും മതവും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് നീ ഇറങ്ങാൻ ദൈവം തന്നെ വന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ദൈവത്തിന്റെ വാക്ക് കേട്ട അബ്രഹാം ഇറങ്ങി. അന്ന് സുവിശേഷം പറയാൻ ആരുമില്ല, ദൈവം തന്നെ വന്ന് അബ്രഹാമിനോട് സുവിശേഷം പറഞ്ഞു, നീ എന്നെ അനുസരിച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇന്ന് ദൈവം വരുന്നില്ല, പകരം ദൈവം ഞങ്ങളെ പോലുള്ള ജനതയാണ്. ഞങ്ങൾ വന്നിട്ട് കർത്താവിനെ നോക്കിയ, ഇങ്ങോട്ടല്ല അങ്ങോട്ട് നോക്കിയ. അതല്ല യോശുവ പറഞ്ഞു, നീ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഇതിൽ തന്നെ നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ വാക്യം നമ്മൾ കേട്ടെ. ചിലർ എന്ത് ചെയ്തു? ദീർഘക്ഷമയുടെ വാക്യം എടുത്തു. ഒരാള് വായിക്കും. അങ്ങനെ അവർ, അപ്പൊ അവരുടെ ഒരാളെ കാര്യം പറഞ്ഞേ, അബ്രഹാം ദീർഘക്ഷമയോടെ എന്ത് ചെയ്തു? കാത്തിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവന്റെ തലമുറയില്ലായിരുന്നു, അവന്റെ മക്കളില്ല. 75-ാം വയസ്സിലാണ് വിളിക്കുന്നത്. വിളിച്ച ദൈവം പറഞ്ഞു, നിന്റെ സന്തതികളെ ഞാൻ തരും, ആകാശത്തിന്റെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണത്തരി പോലെയും ഞാൻ നിനക്ക് സന്തതികളെ. വിളിച്ചപ്പോ 75 വയസ്സ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വരുമ്പോ അബ്രഹാമിന് 100 വയസ്സ്, 99 വയസ്സ്, 17 99 കാണുന്നത്. 75-ാം വയസ്സിൽ
99 വയസ്സായി. 24 വർഷമായിട്ട് മറുപടി ഒന്നും കിട്ടിയില്ല. 24ാമത്തെ വർഷത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം വന്നു. അബ്രഹാം ദൈവത്തിന് വെച്ചു വിളമ്പി കൊടുത്തു. പോകാൻ നേരത്ത്, യാത്ര പറയാൻ നേരത്ത് ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ നിന്റെ തലമുറയെ കാണാൻ വരും. 24 വർഷം കാത്തിരുന്ന, ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാം പ്രാപിച്ചു. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ദീർഘക്ഷമയോടെ കാത്തിരിക്ക്, ആ വാഗ്ദത്തം നീ കാണും. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കും. മടിക്കരുത്, മടിക്കരുത്, മടിക്കരുത്. ദീർഘക്ഷമയോടെ ഇരിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വാക്ക് പറഞ്ഞാൽ നമ്മളിപ്പം ചില കാലത്ത് കിട്ടാതെ ഇട്ടു പോകും. എനിക്കറിയാവുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് ആകെ ഗൾഫിൽ പോകണമെന്നാണ്. ആകെ ആഗ്രഹം എനിക്ക് തൊട്ട് അവരുടെ ആഗ്രഹം. ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മ പറഞ്ഞു, നീ ഗൾഫിൽ പോകുന്നില്ല. അവിടെ വന്ന ഗൾഫിൽ പോകണം വേണ്ടിയാണ്. ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചു, ദൈവാത്മ പറഞ്ഞു, നീ ഗൾഫിൽ പോകുകയില്ല. നിന്നെ ഈ ദേശത്തിന്റെ ദൈവം നീ പഠിച്ച ജോലിയിൽ തന്നെ അനുഗ്രഹിക്കും. നിനക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തരും. എനിക്ക് ഗൾഫിൽ പോകണം ഭാഷ കേട്ട് ഞാൻ പറഞ്ഞത് തെറ്റ. അടുത്ത പ്രവാചകൻ നമ്മുടെ സഭയിൽ വന്നപ്പോ പുള്ളിക്കാരൻ തല കൈവച്ചിട്ട് പറഞ്ഞു, ഗൾഫിൽ പോയിട്ട് കാണുന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വിട്ടാണ്. കടിച്ചതുമില്ല, കടിച്ചതുമില്ല. ഇവിടെ തന്നെ നിന്നെ ഉയർത്താൻ പറ്റും. ഇപ്പൊ അതുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പള്ളി പെട്രോൾ പമ്പ് വെച്ച് കണ്ട് എടുത്ത വായിച്ചു, ഗൾഫിൽ പോയില്ലേ? ഇല്ല, പോയില്ല. ഗൾഫിൽ പോകുന്നു പറഞ്ഞ് പോയാ നീ പോകും. ദൈവം പറഞ്ഞാൽ കാലങ്ങൾ കഴിഞ്ഞു പോകാം, സമയങ്ങൾ കഴിഞ്ഞു പോയതിരിക്കാം. ഇന്ന് മകൻ പരിശുദ്ധാത്മ പറയുന്നു, ദീർഘക്ഷമയോടെ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഈ താഴ്വരെ കുടി ഒഴിക്കാൻ ഇവിടെ ആടുപാടുകളും ഒട്ടകങ്ങളും എല്ലാമായിട്ട് ജനം വന്നു. കുടിക്കാൻ വെള്ളമില്ല, മഴയില്ല. പ്രവാചകനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവുമില്ല, ആടുമാടുകൾക്ക് വെള്ളമില്ല. പ്രവാചകൻ ഒറ്റ പ്രവചനം, കാറ്റ് കാണുകയില്ല, മഴ കാണത്തില്ല, എങ്കിലും ഈ താഴ്വരയിൽ അനവധി കുഴി കുഴിക്കാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞ ദൈവശബ്ദം കേട്ട് രാത്രിയിൽ അവർ കുഴി കുഴിച്ചു. നേരം പുറത്തപ്പ കണ്ടത് കുഴി മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത് പറയാം, ദൈവം വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാ. കാത്തിരിപ്പേ വെക്കപ്പെട്ടു പോവതില്ലേ, നിശ്ചയമായി വിടുതലുണ്ട്, നമ്പിക്കൈ ഇടങ്ങാതെ കാത്തിരിപ്പേ, കാത്തിരിപ്പേ. കാത്തിരിക്കുക എങ്ങനെ? ദീർഘക്ഷമ. ഇവിടെ ചില ആൾക്കാരൊക്കെ ആരൊന്നും പറയുന്നില്ല. കാത്തിരുന്ന മറുപടി കേൾക്കാൻ വന്നപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത്, ഇനി എങ്ങനെ മരിച്ചാൽ മതി. നീ എങ്ങനെ? ഞാൻ പറഞ്ഞു, 90 ആയാലും പ്രാപിച്ചിട്ട് പോകും. ദീർഘക്ഷമയോടെ ദൈവസഭയോട് പരിശുദ്ധാത്മ പറഞ്ഞ ദൂതുകൾ എണ്ണി എണ്ണി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ. കാത്തിരിക്കുക. ആരുമില്ലേലും ആരൊക്കെ വിട്ടുപോയാലും ദൈവം പറഞ്ഞത് ചെയ്യും. അതുകൊണ്ട് ദീർഘക്ഷമയോടെ ഈ പട്ടണത്തിൽ വിട്ടോടിപ്പോഴെന്ന് പലപ്പോഴും നിന്നോ പലരുടെ ഓണം കണ്ടപ്പോ വിട്ടോടിയെന്ന് അവസാനം ഞാനിവിടെ കുരുത്തക്കേട് കൂടെ കണ്ടപ്പോ വിട്ടോടണം നോക്കാം. ഞാനൊന്നും കുരുത്തക്കേടൊക്കെ ഇത്തിരി ചില കുരിശിത പ്രവർത്തികളൊക്കെയാണ്. ആകെ ഉണ്ട കറ്റത്തിരുമ്പായിരുന്നു. അവസാനത്തെ കറ്റത്തിരുമ്പാ പുള്ളി നമ്മളവിടെ പിടിച്ചു നടത്തി. നമ്മുടെ ഇല്ലെങ്കിൽ വിട്ട് പോകുമ്പോൾ കൊടുത്തതാ. എന്നിട്ട് പോകാതെ നിൽക്കുന്നത്
പട്ടണത്തിൽ വന്നപ്പോ മറ്റൊരാളല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് കാര്യം. അതിനുവേണ്ടി നിൽക്കുന്നത് ഈ ഞായറാഴ്ച ദൈവം പറയുന്നു, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, നിന്റെ വിഷയത്തിന് മറുപടി വരും. നീ ആശിച്ച ദേശം കാണും, നീ കണ്ട ദർശനം പ്രാപിക്കും, നിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ ഇസ്രായേലിന് അടിമത്തിൽ കിടക്കുന്ന ഇസ്രായേലിന് 400 സംവത്സരം കിടന്നു. അവിടെ കടക്കുമ്പോഴും അവർക്ക് ഒരു കഷ്ടതയുണ്ട്, ഭക്ഷണമില്ല, ചാട്ടവാടിയുണ്ട്, എങ്കിലും ഒരു ദൂതം. അവസാനം ജോസഫ് മരിക്കാതെ ജോസഫ് പറഞ്ഞു, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്റെ ഈ അസ്ഥി കൂടെ എടുത്തോളൂ. അവസാനത്തെ ജോസഫിന്റെ പ്രവചനം എന്താണെന്നറിയാവോ? ഞാൻ ഈ മണ്ണിൽ എന്നെ കൊടുത്ത് മറന്നുപോയ ജോസഫ്, ഞാനിവിടെ മരിച്ചു വീഴും ഉറപ്പാ, പക്ഷെ ഒരിക്കൽ ദൈവം നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കും. നിങ്ങളെ ഇവിടുന്ന് അന്ന് നിങ്ങൾ പോകുമ്പോ എന്റെ അസ്ഥിയും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. ഇതാ ജോസഫിന്റെ അവസാന പ്രവചനം. അർത്ഥം കാത്തിരിക്ക്, ഒരു പുറപ്പെടുവിക്കൽ നിനക്കുണ്ട്. ഇന്ന് രാത്രി പകലാണോ ദൈവം പറയുന്നു, വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, ദീർഘക്ഷമയോടെ ഇരിക്കുക, ദൈവത്തിന്റെ കരമടങ്ങുക. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കാത്തിരിക്കുക, 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 തീർന്നിട്ടില്ല. ഇനി എന്തൊക്കെ വാഴൊക്കെ പറയുന്നു. പണ്ടിമുഖ ജംഗ്ഷനിൽ വന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന എന്തിനാ? യേശു വരുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ? ആണോ? ഇല്ല, നിൽക്കോ? എന്നിട്ട് ആരാധിക്കാൻ നമ്മളൊക്കെ പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ നിന്നില്ലേ? ബസ് വരുമെന്ന് ആണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പ്രോമിസ് പറഞ്ഞു. ഇങ്ങനെ ദിവസങ്ങളിൽ ആ വചനമൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് കാത്തിരിക്കുക. ഓരോ ദിവസവും ആരാധനയ്ക്ക് വരുമ്പോ ഓടിക്കണമെന്ന് പറയാ, ഭയങ്കര പ്രതീക്ഷയോടെ വരും. ഭയങ്കര കുശമേ നിശയം 4 പേര് വരുന്ന പറഞ്ഞല്ല വരും. അവര് വരുന്ന എനിക്കറിയാം. ഇന്ന് ഒരു 500 ഭയങ്കര പ്രതീക്ഷ. ഒരു ദിവസം ഞാൻ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് തിരിച്ചപ്പോ ഞാൻ പറഞ്ഞു, സഭയിലോട്ട് പോകുമ്പോ ഒഴിക്കാം. അപ്പോ സാറ് തിരിച്ചപ്പോ 2 ഇരുന്ന് ചിരിച്ചു. ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയങ്ങോട്ട് ഞാൻ വേണ്ടി നമ്മുടെ ചർച്ചിലോട്ട് വരുന്ന ആൾക്കാർ കാത്തിരുന്ന് ഞാൻ പോയി. വിശ്വസിക്കുന്നവരുണ്ടോ എന്നോട് കൂടെ? ദീർഘക്ഷമയോടെ കാത്തിരിക്ക്, ദൈവം പറഞ്ഞത് ചെയ്യും. അത് വിശ്വസിക്കുന്നവർ കൈയ്യട്ടെ. വരുവാനിൽ ആരും ഈ വിജനമാം വഴിയിൽ അറിയാമതെന്നാലും, വരുവാനിൽ ആരും ഈ വിജനമാം വഴിയിൽ അറിയാൻ വരുമെന്ന് അവർക്കറിയത്തില്ല, എനിക്കറിയാൻ വരും. പറഞ്ഞവൻ വേറെ ആരുമല്ല, കളവ് പറയാൻ അവൻ മനുഷ്യൻ, പൊട്ടച്ചൊല്ല് പറയാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അവനാ പറഞ്ഞത്. ദീർഘക്ഷമയോടെ ഓരോരുത്തരുടെയും തല കൈവച്ച് കൊണ്ട് പറയുക, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി ദീർഘക്ഷമയോടെ ഇരുന്നോ. ക്ഷമ കെട്ടു പോകരുത്. നമ്മള് വരുമ്പോ അമ്മ ക്ഷമ കെട്ടു പോകും. കുറച്ചു ദിവസം കാത്തിരിക്കും, ഭയങ്കര പ്രത്യാശയും സ്വതന്ത്രമൊക്കെ. അമ്മയ്ക്ക് അങ്ങനെയാണ്. 10 ദിവസം ഭയങ്കര ദീർഘക്ഷമയും, 14ാമത്തെ ദിവസം എഴുന്നേറ്റ് നോക്കും. 7ാമത്തെ ദിവസം ഏലിയാവ് ഒന്ന് പ്രാർത്ഥിച്ചു, നോക്കി ഉണ്ടോടാ. 2ാമതും പ്രാർത്ഥിച്ചു, നോക്കി എല്ലാം ഉണ്ടോടാ. 2 കഴിഞ്ഞപ്പോ പിന്നെ 3ാമത് ഈശോ പോയി നോക്കാം. അവൻ നോക്കിയൊന്നുമില്ല, അവൻ ഉമ്മ പറഞ്ഞത് ഇല്ലെന്ന്. അവന് തന്നെ പിടികിട്ടി പോയിട്ടുള്ള കാര്യം. 4ാമതും പ്രാർത്ഥിച്ചു, ഇവിടെ ശിഷ്യ പോയിട്ട് നോക്കാനാ പറഞ്ഞത്. അവൻ പോയൊന്നുമില്ല, അവൻ അവിടെ തന്നെ അപ്പുറത്തെ മുറിയിരുന്ന് അവൻ ഗെയിം കണ്ടിട്ട് ഇല്ല ചേട്ടാ ഒന്നും
കണ്ടില്ല. അഞ്ചാമതും ആറാമതും കണ്ടപ്പോ അപ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിൽ നോക്കിക്കൊണ്ട് എന്റെ ചിന്തയാകട്ടോ, അല്ലെ നിങ്ങൾ മൊബൈൽ. ആറാമത്തെ കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ഫേസ്ബുക്കിൽ നോക്കി. ഏഴാമത്തെ പ്രവാചകൻ പ്രാർത്ഥിക്കണം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഫേസ്ബുക്കിൽ നോക്കിയപ്പോ ലൈവ് കാണാൻ പോവാ. ദൂത എഴുതി വെച്ചു പലരും കണ്ടുവരാൻ. 7 വട്ടം പ്രാർത്ഥിച്ച ശേഷം പ്രവാചക ശിഷ്യനോട് പറഞ്ഞു പോയി നോക്കടാന്ന് പറഞ്ഞു. 6 വട്ടവും പോയിട്ട് മറുപടി ഒന്നും കണ്ടില്ല. 7-ാം വട്ടവും ചെന്ന് നോക്കിയപ്പോൾ അവൻ കണ്ടു ഒരു കൈമേഘം. അവനൊരു കൈമേഘം എന്ന് പറഞ്ഞു, ഒരു മഴമേഘം ഞാൻ കണ്ടു. ഇന്ന് പകൽ ഞാൻ വീണ്ടും പ്രവചിച്ചു പറയാം, ദീർഘക്ഷമയോടെ കാത്തിരുന്നാൽ നിന്റെ പ്രവൃത്തി നീ കണ്ടുകൊണ്ട് കാണും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. 2024 തീരുന്നതിന് മുമ്പ് നിന്റെ ദീർഘക്ഷമയുടെ മറുപടി വെളിപ്പെടും. കാത്തിരിക്കുക, കാത്തിരിക്കുക, കാത്തിരിക്കുക. ഈ മത്തായി സുവിശേഷം 10:22 വായിച്ചു. 10:22 മത്തായി 10:22 വേഗം. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ വാഗ്ദത്തം പ്രാപിക്കും. സഹിച്ചു നിൽക്കണം. എങ്ങനെ നിൽക്കണം? ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യം. ഇതൊരു വിഷയം അതാണ്. സ്ഥിരതയോടെ, സഹിഷ്ണുതയോടെ, ദീർഘക്ഷമയോടെ. അടുത്തത് സഹിച്ചു നിൽക്കുക. ഈ സഹിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളുടെ മുമ്പിൽ, നിന്ദയുടെ വാക്കുകൾ, ആക്ഷേപത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ സഹിച്ചു നിൽക്കണം. അങ്ങനെ സഹിച്ചു നിന്ന ഒരു സഹോദരി ഞാൻ പരിചയപ്പെടുത്താം. അവരുടെ പേര് ഹന്ന. മക്കളില്ല, വീട്ടിനകത്ത് ചിലപ്പോൾ കാര്യം എപ്പോഴും അവളെ കളിയാക്കും. അവൾ സഹിച്ചു നിന്നു. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ പുരോഹിതൻ വരെ പറഞ്ഞു ഇവിടെ വീഞ്ഞു പിടിച്ചിട്ടാണ്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവൾ ഹൃദയം ദൈവത്തിന് കൈമാറിയതാണ്. അവസാനത്തോടും അവൾ സഹിച്ചു നിന്നപ്പോ ദൈവം അവളുടെ ഉദരത്തിൽ ഒരു തലമുറ കൊടുത്തു. ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനാക്കി ദൈവം അവരുടെ തലമുറയെ മാറ്റി. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർ പറയാം, അവസാനത്തോടും സഹിച്ചു നിന്നാൽ ഏതൊക്കെയോ വലിയത് ദൈവം നിനക്ക് ചെയ്യാൻ പോവാ. ആരോടൊക്കെ ദൈവം പറയുന്നു സഹിച്ചു നിൽക്കുക, സഹിച്ചു നിൽക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു ഭാഷ സഹിക്കാൻ പോയി. അതുപോലെ പ്രശ്നം. ഭർത്താവ് മദ്യപിച്ച് പുള്ളിക്ക് ഇപ്പൊ ലെക്ക് കെട്ട് ഭ്രാന്തനെ പോലെ 7-8 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് കിട്ടിയ പൈസ എല്ലാം വീട്ടിലയച്ചു. വലിയൊരു ബംഗ്ലാവ് വെച്ചു. 1 കോടി രൂപ എടുത്തായിരുന്നു. ആ വീട്ടിൽ ഇപ്പോൾ ഭർത്താവിന്റെ അമ്മയുണ്ട്, ഭർത്താവും 2 ആമക്കൾ ഈ സഹോദരിക്കുണ്ട്. അതെല്ലാം കൂടെ 7-8 പഠിക്കുന്ന ഭർത്താവിന്റെ കള്ളുകൂടി കുടിച്ച് മാനസിക രോഗിയെ പോലെ ഇപ്പൊ ഭാര്യ സംശയം. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാൽ അവർക്ക് പ്രശ്നം. അവസാനം അമ്മായിയമ്മയും ഭർത്താവും കൂടി ഈ മകളെ താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് പുറത്തായി. അനിയത്തിന്റെ വീട്ടിൽ വന്നിരിക്കുക. ഇന്നലെ എന്നെ ഒരു വിളിച്ചിട്ടോ, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചു, പാസ സഹിച്ച് മടുത്ത് എന്ത് ചെയ്യണം? ദൂത് അവസാനത്തോളം നമ്മൾ ഇന്ന് തന്നെ വീട്ടിലോട്ട് മടങ്ങിപ്പോ. ഇല്ല പാസ് എന്നെ ചവിട്ടി ഇറക്കി. ഞാൻ പറഞ്ഞിട്ടോ ചെല പോയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചില്ല. അവസാനത്തോടും സഹിച്ചു. ഇതിന് കിട്ടിയില്ലേ? ലോകത്തിന് സൗഖ്യമായിരുന്നില്ലേ പറഞ്ഞേ? പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെന്നല്ലേ പറഞ്ഞേ?
ഒടിയൻ 24 വന്നില്ലെന്നല്ലേ പറഞ്ഞേ? അവസാനത്തോടും സഹിച്ച് നിൽക്കുക. ഒരു ദൈവപ്രവൃത്തി കാണും. ദീർഘക്ഷമയോടെ നിൽക്കുക. അവസാനത്തോളം. Praise the Lord. ഇനി യോഹന്നാൻ 2:17 വായിച്ചേ. വേഗം യോഹന്നാൻ 2:17. അപ്പോൾ അവരുടെ ശിഷ്യന്മാർ അതാണോ? എന്റെ ആലയത്തെക്കുറിച്ചുള്ള എഴുതി എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എഴുതി എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാനുള്ളതിന് എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ കടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് വാഗ്ദത്തം പ്രാപിപ്പാൻ സ്ഥിരതയോടെ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം അശേഷം സന്തോഷം എന്നതാണ്. എല്ലാം സന്തോഷം. കഷ്ടം വന്നാലും സന്തോഷം, ദുഃഖം വന്നാലും പ്രതികൂലം വന്നാലും എത്ര പേര് പറയും, എന്തെല്ലാം വന്നാലും എന്തൊക്കെ നേരിട്ടാലും അതെല്ലാം സന്തോഷം അല്ല, ദൈവം അനുവദിച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് ചോദിക്കണ്ട. അടുത്തൊരു ഭാഗം വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. കൊലോസ്യർ 3:24. കൊലോസ്യർ ഒരാൾ ലൂക്കോസ് 8:15 എടുത്തു വെച്ചു. കൊലോസ്യർ 3:24 വായിക്കുന്നു. ലൂക്കോസ് 8:15 എടുത്തു വെച്ചു. കൊലോസ്യർ കിട്ടിയിരിക്കും. അപ്പോൾ കുറേയൊന്നും ആരും എടുക്കുന്നില്ല. നല്ല മണ്ണയുള്ളതോ പതിനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം വാഗ്ദത്തം പ്രാപിക്കാൻ അടുത്തത് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാധിക. ദൈവിക ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ അടുത്തത് ക്ഷമയോടെ കാത്തു നിൽക്കണം. നമുക്കുള്ളൊരു പ്രശ്നം ക്ഷമയില്ലെന്നുള്ളത്. ക്ഷമ നമുക്ക് ഇന്ന് തന്നെ വിടുതല കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ പക്ഷെ ഞങ്ങൾ ഇന്ന് തന്നെ വിടുതല മേടിക്കാൻ അതാ പറഞ്ഞു. ക്ഷമയോടെ കാത്തു നിൽക്കുക. നിന്റെ അടുക്കൽ കർത്താവ് വരും. ഒരിക്കല് യേശു ഗദരദേശത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ യായിറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ കയ്യും കൂപ്പി നിൽക്കുക യേശുവിന്റെ അടുത്ത്. ഗുരുവെ വന്ന് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. അവൻ കൈ കൂപ്പി നിൽക്കുന്ന സമയത്ത് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഇടക്കൂടെ പാളി കയറി വന്ന് യേശുവിന്റെ വസ്ത്രത്തെ കയറി പിടിച്ച് അവള് സൗഖ്യമായി. അവളുമായിട്ട് സംസാരിച്ച് കുറെ നേരം അവിടെ ചെലവഴിച്ച് നിൽക്കുമ്പോഴും ഇവൻ കൈ കൂപ്പി നിൽക്കുക. ഇവനിങ്ങനെ കൈകൂപ്പി ക്ഷമയോടെ നിൽക്കുമ്പോ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയുക, കുട്ടി മരിച്ചു, നിന്റെ കുഞ്ഞ് മരിച്ചു. ഇനി നീ യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, പ്രയാസപ്പെടുത്തണ്ട. അവിടെ ഒരാൾ അപ്പോഴും കയ്യും കൂപ്പി ക്ഷമയോടെ നിൽക്കുക. കൊച്ചു മരിച്ചെന്നറിഞ്ഞിട്ടും ക്ഷമയോടെ ശ്രദ്ധിച്ച് കേട്ടോണം. താൻ എന്തിനാ വന്നത്? തന്നെ കൊച്ചിന് സൗഖ്യം കിട്ടാനാ. കൊച്ചിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാ പള്ളി വന്ന് ഇവിടെ വന്നപ്പോ കൊച്ചു മരിച്ചു പോയി. എന്നിട്ടും പുള്ളി ക്ഷമയോടെ നമ്മൾ എന്തിനാ പള്ളി വന്ന? കൊച്ചിനൊരു വിടുതല കിട്ടുമെന്ന് ഓർമ്മ. വിടുതല കിട്ടിയില്ലല്ലോ.
ഇത് പറഞ്ഞിട്ട് ഞാൻ തോന്നുന്നു. ഇവിടെ ഒരു പുള്ളി കൊച്ചു മരിച്ചിട്ടും അവർക്കല്ലേ കിട്ടും. അതോ എന്ത് പറഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കിട്ടും. നിങ്ങളുണ്ടോ ഇവിടെ? ക്ഷമയോടെ കാക്കുന്നു. ഉടനെ യേശുവിന്റെ മറുപടി, യായിറോസേ, വിശ്വസിക്കുക മാത്രം. അപ്പോഴും ഈ പുള്ളി ക്ഷമയോടെ, ഈ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടിയോ? നമ്മളാണ് എന്നായി അതിനെ വരാതിരിക്കട്ടെ. നമ്മളാണ് എന്നായി അപ്പൊ തന്നെ ബൈബിൾ എടുത്തെറിഞ്ഞ് കസേരയും കളഞ്ഞ് ലൈവും തട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഓടും, ടാക്സി പിടിച്ച് വിട്ടോടും. വരാതിരിക്കട്ടെ. ഈ മനുഷ്യനോ എന്നെ ചിന്ത പറയാ, അപ്പോഴും ബൈബിളും പിടിച്ച് നിൽക്കുക. കൊച്ചു മരിച്ചു എന്താ ക്ഷമയോടെ കാത്തിരിക്കുക. കണ്ടെത്തുന്നവരൊക്കെ പറഞ്ഞു ഇവരുടെ ആടി കൊടുക്കണം. കൊച്ചു മരിച്ചിട്ട് ഇപ്പഴും യോത്തിന് പോയി വല്ല ഉണ്ടോ? ഉണ്ടോ? കൊച്ചു മരിച്ചു കിടക്കുക, ആകെ ഒന്നേ ഉള്ളൂ, 12 വയസ്സേ ഉള്ളൂ. ആ കൊച്ചു മരിച്ചു, വീട്ടിൽ നാളെ വന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഓടി വന്നിട്ട് നിങ്ങൾ വളർത്തുന്നൊരു മൃഗം ചത്തുപോയെന്ന് പറഞ്ഞൊരു വാർത്ത പറയാൻ അന്നൊരു കസേര മറിച്ചിട്ടൊരു പോക്കുണ്ട്. ഉഷമയൊക്കെ കസേരയും മറിച്ച് ഓർഗനും മറിച്ചിട്ട് ഈ മനുഷ്യൻ യായിറോസ് കൊച്ചു മനുഷ്യൻ. എന്നിട്ടും ഈ പൊട്ടൻ കയ്യും കുപ്പി ഈ വാക്യം ചേർത്ത് പറ, ദീർഘക്ഷമയോടെ നിൽക്കരുത്. ദൈവിക വാഗ്ദത്തം പ്രാപിക്കാൻ ദീർഘക്ഷമയോടെ നിൽക്കുക. കർത്താവ് നിന്റെ വീട്ടിലോട്ടാ വരുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദീർഘക്ഷമയോടെ 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 ഇരിക്കുക. ഹല്ലേലൂയ. അടുത്ത ഗലാത്യർ 6:9 വായിച്ചു. 6:9 നല്ലൊരു വാക്യം. ഗലാത്യർ 6:9. തളർന്നു പോകാതെ നിന്നാൽ അടുത്തത് തക്ക സമയത്ത് നാം പോയി. വാക്യം കേട്ടോ, തളർന്നു പോകാതെ നിന്നാൽ തക്ക സമയത്ത് ഒരു കൊയ്ത്ത് നിന്റെ മുമ്പിൽ കിടക്കണം. നിങ്ങൾ ഇന്നലെ ഇട്ടതല്ല, വിളിച്ച അന്നരം തന്നെ കൊയ്യാൻ ഒരു പാടതവണത്തിന് നടത്തിയേ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്നത് ഗ്രഹിച്ചേ. വിളിച്ചപ്പോ തന്നെ നിന്നെ കൊയ്യാൻ ദൈവം കൊണ്ടുപോയി പാടത്ത് നടത്തി. നിനക്ക് ദീർഘക്ഷമയില്ല, നീ തളർന്ന് ധരിക്കണമായുണ്ട് ഇതുവരെ കൊയ്യാനത്. ഉത്സാഹത്തിൽ നീ കേറി വന്ന തളരാതെ നിന്ന നീ കൊയ്യും. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം. ലജ്ജിച്ച് തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം. ലജ്ജിച്ച്. ഹല്ലേലൂയ. ഇനി റോമാലേഖനം 12:2 വായിച്ചു. ഈ ലോകത്തിന് അനുരൂപമാകാതെ പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ അടുത്തത് മനസ്സ് പുതുക്കുക. മനസ്സ് പഴയ കുശുമ്പും പുന്നായ്മയും കളയാൻ. എത്ര വർഷമായിട്ട് നിന്റെ മനസ്സിനകത്ത് കയറിയിരിക്കുക ഈ കുശുമ്പ്, പുന്നായ്മ, വർഗീയത, വിഷം. അത് മുഴുവൻ എടുത്ത് കളയണം. വർഷങ്ങളായിട്ട് കയറിയിരിക്കുക, കൂട് കെട്ടിയിരിക്കുക കുശുമ്പ്. കുശുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനിച്ച അന്ന് മുതൽ നിന്റെ മനസ്സിൽ
സാധനം പിണക്കം. ഒന്ന് പറഞ്ഞാൽ രണ്ട് ഇന്നതിനെ പതിച്ചറിഞ്ഞോണം. മനസ്സ് പുതുക്കുക. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് വീണ്ടും പണ്ട് എനിക്കറിയാവുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, റീനല്ല, കുഴപ്പമില്ല. നേരെ പഠിക്കുന്ന വീട്ടിൽ ഞാൻ അടുത്ത് താമസിക്കും. 6 മണിക്ക് മുഴുവൻ കുറ്റം പറിച്ചിരുന്നോളം മനസ്സിലായി. എന്തേലും പറഞ്ഞില്ല അന്നേരം പണങ്ങി. മനസ്സ് പുതുക്കി. ഈ പ്രാർത്ഥന കഴിഞ്ഞതിനകത്ത് ഇറങ്ങുമ്പോഴാണ് പറയുന്നത്, ഇനി നീ ആ ചീഞ്ഞ വളിപ്പ് കഴിച്ചു, നീ ആ ചീഞ്ഞ പിന്മാറ്റത്തിന്റെ കഥയെ പറഞ്ഞു, പരാജയത്തിന്റെ നെഗറ്റീവ് പറഞ്ഞല്ല ഇറങ്ങേണ്ടത്. മനസ്സ് പുതുക്കി ദീർഘക്ഷമയോടെ, അവൻ വിശ്വാസത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. മനസ്സ് പുതുക്കുക. മനസ്സുമായിട്ട് അങ്ങോട്ട് പോകരുത്. നമ്മി തന്നെ പിണങ്ങി കുശുമ്പും പറഞ്ഞ് നുണയും പറഞ്ഞ മനസ്സുമായിട്ട് പലർക്കും വീട് കിട്ടിയ സ്ഥലം ദൈവലോകമാണ്. വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് 10 പേരോട് നുണയും കൂടി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അതിന് ഒരു കച്ചവടം ഒന്ന് തുടങ്ങി. കാരണം ഹൈവേ ഇരുന്ന് നുള്ളവത്തില്ല. നേരം എടുക്കുമ്പോൾ ചിലർ മനസ്സ് പുതുക്കിക്കോണം. കഴിഞ്ഞ വർഷം ജനിച്ച് അന്ന് മുതൽ കച്ചവടത്തിന് പോയിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ മനസ്സ് പുതുക്കിക്കോണം. സ്വന്തം മക്കളെ കാണുമ്പോഴത്തേക്ക് നുണയും പറഞ്ഞു കൂടി മനസ്സ് പുതുക്കിക്കോണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പറയാം, പിന്നെ അവരുടെ ദൈവത്തെ മറന്ന് മനസ്സ് പുതുക്കുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പ്രൈസ് ഗോഡ്. ഇങ്ങോട്ട് വന്ന സ്വഭാവം കുശുമ്പും മണക്കോ എല്ലാം ഇവിടെ ഇട്ടേക്കേ പോകാം. അതുവഴി അവർക്ക് 2000 രൂപ അവർക്കിരിക്കട്ടെ. മനസ്സ് പുതുക്കി, പുതുക്കമുള്ള മനസ്സ്. ഈ പറയുന്നത് എന്താണെന്നറിയാവോ? വാഗ്ദത്തം പ്രാപിക്കാൻ. നമ്മളെല്ലാം വാഗ്ദത്തം ഒത്തിരി കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് മുഴുവൻ പ്രസംഗിക്കാൻ നേരെയില്ല. അടുത്ത ഉപവാസപ്രാർത്ഥനയ്ക്ക് ടീച്ചാൻ പോകാം. അടുത്ത സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ പറയാം. 2 നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. 37-ാം സങ്കീർത്തനം 7-ാം വാക്യം. വേഗം വന്നാട്ടെ. വാഗ്ദത്തം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? 37:7. മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. എവിടെ മിണ്ടാതിരിക്കണം? യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാം, ചപ്പാത്തി അടിക്കാൻ പോകരുത്. നേരം വിളിച്ചുകൊണ്ടൊരു ചപ്പാത്തി. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് താളവടിയെന്ന്. താളവടി. ഉമ്മ താളവടിച്ചിരിക്കുകയാണ്. താളവടി. രാവിലെ ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ ഒരാൾ മീനിൻ്റെ വാതിക്കത് ഇങ്ങനെ വീശുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ ഈച്ചയാണ്. എൻ്റെ പേരാണ്. നേരം കൊണ്ടുള്ള താളം അടിച്ച് ഈച്ചയാട്ടി. അതിലും പല സ്ഥലത്തും ഈച്ചയാട്ടി കിട്ടിയ താളം അടിച്ച്. ഒരാൾ ജാമ്പക്കിടവി, ഒരാൾ പമ്പിൻ്റെ അവിടെ, ഒരാൾ കോടതിൻ്റെ അവിടെ വീശി വീശി താളം അടിയൊക്കെ നിർത്തണം. ചപ്പാത്തി അടി നിർത്തണം. മിണ്ടാതെ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാം. മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കുക. ആരാധിക്കാൻ വരുമ്പോഴല്ല, മൗനമായി ഇരിക്കുക, മിണ്ടാതിരിക്കുക. ആവശ്യമില്ലാത്ത ഭർത്താവ് നിർത്തണോ? ഉമ്മ നേരം വിളക്കുന്ന ഒരു കപ്പളായി പഠിച്ചു. നീ 40-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ചു. കാണാതറിയുന്ന വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു. അർത്ഥം വാഗ്ദത്തം പ്രാപിക്കാൻ കാത്തിരിക്കുക. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാക്കി? ചുമ്മാ പറയുക. ഈ ദിവസങ്ങളിൽ ദീർഘക്ഷമയോടെ ക്ഷമയോടെ മനസ്സ് പുതുക്കി കാത്തിരുന്നോ.
ഏതോ ഭയങ്കര മറുപടി വരാൻ പോവുക. എനിക്കറിയില്ല, ഈ ആഴ്ച ഇതിനകത്തിരിക്കുന്ന ദൈവാത്മ പറയുന്നു, നിന്റെ ചില വാഗ്ദത്തങ്ങൾ ഈ ആഴ്ച ഒരു മഴ പോലെ പെയ്യാൻ പോവുകയാ. ഒരു വലിയ മഴമേഘം ഞാൻ ആത്മാവിൽ കാണുകയാ. ഒരു വലിയ മുഴക്കമേനിയാവ് കേട്ടതുപോലെ ഞാൻ ആത്മാവിൽ കേട്ടിട്ടാ പറയുന്നത്. ഏതൊക്കെയോ വാഗ്ദത്തങ്ങളുടെ പെരുമഴ നിന്റെ വീടിനകത്ത് പെയ്യാൻ പോവുക. നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ പെയ്യാൻ പോവുക. കാത്തിരിക്കുക, കാത്തിരിക്കുക, കാത്തിരിക്കുക. ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, സഹിഷ്ണുതയോടെ കാത്തിരിക്കുക, സ്ഥിരതയോടെ കാത്തിരിക്കുക, സഹിച്ച് നിൽക്കുക, ഇഷ്ടം ചെയ്യുക, സ്ഥിരതയോടെ നിൽക്കുക, സേവിക്കുക, ക്ഷമിക്കുക, തളരരുത്. ദീർഘക്ഷമയോടെ മനസ്സ് പുതുക്കി മിണ്ടാതെ ഇരുന്ന് കാത്തിരിക്കുക. എന്റെ വാക്കിയുടെ വായിക്കുന്നത് ലൂക്കോസ് 21:9. കാത്തിരിക്കുക, എന്തോ വലിയത് നടക്കാൻ പോകും. 21:9. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലാതാനും എന്ന് പറഞ്ഞു. 21 മുമ്പാണ് വായിച്ചത്. 21. അപ്പൊ അത് തെറ്റി. അപ്പൊ എബ്രായർ 13:21 വായിച്ചു. ഞങ്ങൾക്കാണ് വാക്യം തെറ്റിപ്പോയി. 13:21 എബ്രായർ. സമാധാനത്തിന് ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ നിവർത്തിക്കുമാറാകട്ടെ. ആമേൻ. വാക്യം ശ്രദ്ധിച്ച്, സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവനെന്നേക്കും. ആമേൻ. എത്ര പേര് ഇന്ന് പകൽ സന്തോഷിക്കുന്നു? ഞാൻ ഇന്ന് പകൽ വായിച്ച ഒരു വാക്യം മറക്കരുത്. എന്തായിരുന്നു വായിച്ചത്? ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു, അവസാനം പറഞ്ഞു അത് ദൈവം നിങ്ങൾക്ക് തരും. എങ്ങനെ തരും? കണ്ടുപിടി ഇത് പറയുക. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാം. ദൈവം പറഞ്ഞ ദൂതുകൾ പ്രാപിക്കാം. 1 സഹിഷ്ണുതയോടെ നിൽക്കുക, 2 സ്ഥിരതയോടെ നിൽക്കുക, 3 ദീർഘക്ഷമയോടെ നിൽക്കുക, 4 സഹിച്ച് നിൽക്കുക, 5 ഇഷ്ടം ചെയ്യുക, 6 സ്ഥിരതയോടെ ഓടുക, 7 ദൈവത്തെ സേവിക്കുക, 8 ക്ഷമയോടെ കാത്തിരിക്കുക, 9 തളരാതെ കാത്തിരിക്കുക, 10 ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, 11 മനസ്സ് പുതുക്കി കാത്തിരിക്കുക, 12 മിണ്ടാതെ ഇരിക്കുക, 13 വീണ്ടും കാത്തിരിക്കുക, 14 ദൈവം പറയുന്നു ആമേൻ. ആരിങ്ങനെയൊന്ന് കാത്തിരിക്കും, ഇങ്ങനെയൊന്ന് ഫോളോ ചെയ്തേ ദൈവത്തിന്റെ മറുപടി വാഗ്ദത്തം നമ്മുടെ മേൽ വീഴും. ഈ ഒരൊറ്റ ആഴ്ച ഇതൊന്ന് ഫോളോ ചെയ്തേ, ഇതൊന്ന് ഫോളോ ചെയ്തേ നീയും വാഗ്ദത്തം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ്